ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കിവിടെ കുറച്ച് വെജിറ്റബിളൊക്കെ ചേർത്ത് ഒരു പച്ചക്കൂട്ടാൻ തയ്യാറാക്കാം. അത് നല്ല ടേസ്റ്റായിട്ടുള്ളതാണ്. അതിന് വേണ്ടുന്നത് കുറച്ച് ചേന, കത്തിരിക്ക, ചേനയ്ക്ക് പകരം കിഴങ്ങും ചേർക്കാം. കത്തിരിക്ക, സവാള, പടവലങ്ങ, മുരിങ്ങയ്ക്ക, ചെറിയ ഉള്ളിയും ചേർക്കാം, സവാളയും ചേർക്കാം, പച്ചമുളകും. നമ്മളിതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം നല്ലപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മൺപാത്രത്തിൽ ഇട്ട് വേവിച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് വാട്ടിയെടുക്കണം. ഇത് മൺപാത്രത്തിൽ വയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് കുറച്ച് എണ്ണ ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത് നോൺ വെജ് കൂട്ടാത്തവർക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് ഉപ്പും ചേർത്ത് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. വെറും പച്ചത്തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ആണ് ഇതിന് അരപ്പ് ചേർക്കേണ്ടത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് പുളിയും പിഴിഞ്ഞൊഴിച്ച് പച്ചത്തേങ്ങയാണ് അരയ്ക്കുന്നത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു കറിയാണ്. ഈ ഒരു കറി മതിയാവും നമുക്ക് ചോറുണ്ണാനൊക്കെ. ഇത് ദോശയ്ക്കുമൊക്കെ നല്ലതാണ്. ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു സ്പൂൺ തന്നെ, ഒരു സ്പൂൺ തികച്ച് മുളക് പൊടി ചേർക്കുന്നില്ല, പക്ഷേ മല്ലിപ്പൊടി ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട്. എരി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കാം. നമ്മൾ 2-3 പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. നമ്മൾ വെന്തിട്ടുണ്ട്. അരപ്പും ചേർക്കാം. പച്ചത്തേങ്ങയാണ് അരയ്ക്കുന്നത്. പച്ചത്തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. ഇതിൽ ചേന ഇടുന്നത് പ്രത്യേക ടേസ്റ്റാണ്. ചേനയ്ക്ക് പകരം ചേന എന്നുണ്ടെങ്കിൽ കിഴങ്ങും ചേർക്കാം. ആവശ്യത്തിനുള്ള എരിക്ക് വേണ്ടുന്ന മുളക് പൊടിയും ചേർത്ത് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കടുക് താളിച്ചും ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് കടുക് താളിച്ചതും കൂടെ ചേർക്കാം. കടുവും താളിച്ചതും ചേർക്കാം. പുളി ഇതിന് അധികം കൂടാൻ പാടില്ല. പുളി കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോവും. തക്കാളിക്കയും ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് പുളി ചേർത്താൽ മതിയാവും. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ദയവായി സപ്പോർട്ട് ചെയ്യുക.